എല്ലാവർക്കും നമസ്കാരം പ്രിയരെ. ഇന്ന് ഏപ്രിൽ 1 വിഡ്ഢികളുടെ ദിനമാണ്. വിഡ്ഢിയാക്കപ്പെട്ട ഷൈനിയുടെയും ഇവാനയുടെയും അലീനയുടെയും ശവകുടീരത്തിലാണ്. തൊടുപുഴ ചുങ്കം സെമിത്തേരിയിലാണ്. രാവിലെ വന്ന് ഇവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കൂടാതെ എൻ്റെ പ്രിയ സുഹൃത്ത് വിൻസെൻ്റ് വള്ളിയിൽ എന്ന ആളുടെ ശവസംസ്കാരമാണ്. അതിൽ പങ്കെടുക്കണം. ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. പല ആൾക്കാരും എപ്പോഴാണ് ടൈം എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, നോക്കുക. ഈ കാണുന്നതാണ് ഷൈനിയുടെയും ഇവാനയുടെയും അലീനയുടെയും ശവകുടീരം. ഇവിടെ വരുമ്പോൾ 1000 ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകുന്നത്. ഈ ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് ഇവരെ കൊണ്ട് ചെന്ന് എത്തിച്ചത് ആരൊക്കെയാണെന്ന് ഈ വീഡിയോ കാണുന്ന കുറ്റബോധത്തിൻ്റെ കണികയുടെ ഒരംശമുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഈ കല്ലറ മോടി പിടിപ്പിക്കാനായിട്ട് ചിലവഴിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ കുടുംബശ്രീയുടെ ലോൺ അടയ്ക്കായിരുന്നു. കല്ലറ കൂടാതെ മരണാനന്തര ചെലവിന് 3 ലക്ഷം രൂപ അടുത്ത് ചിലവാക്കി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പൂക്കളും ആംബുലൻസും അതുപോലെ തന്നെ ബാക്കി അനുബന്ധ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് 3 ലക്ഷം രൂപ അടുത്ത് ചിലവാക്കി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. നോബിയുടെ ഫാദർ ബേബിയുടെ കഴുത്തിൽ മിന്നിയാടുന്ന മാലയുണ്ടായിരുന്നെങ്കിൽ കുടുംബശ്രീയുടെ ലോണ് സുഖമായിട്ട് അടയ്ക്കാമായിരുന്നു. ഷൈനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മകളുടെ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരിയുടെ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ഭാര്യയുടെ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവനത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരു മരുമകളുടെ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീയിൽ നല്ല ഒരു സർവീസ് ഷൈനിയുടെ ഭാഗത്തുനിന്ന് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കെട്ടി കൊണ്ടുവന്ന നാട്ടിലും അതുപോലെ തന്നെ ഏറ്റുമാനൂർ ജനിച്ച നാട്ടിലും നല്ല റോള് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു മാതാവിൻ്റെ റോള് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു കർഷകയുടെ റോള് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു ഡോക്ടറിൻ്റെയും നേഴ്സിൻ്റെയും റോള് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്വന്തം വീട്ടുകാരും ഭർത്തൃ വീട്ടുകാരും ഷൈനിനെ വിഡ്ഢിയാക്കി എന്നുള്ള കാര്യമാണ് സത്യം. അലീനയ്ക്കും ഇവാനയ്ക്കും ഷൈനിക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു ശുഭദിനം നേരുന്നു. നിങ്ങളുടെ സ്വന്തം ഹാർട്ട് ഫാർമർ.